നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇപ്പോഴൊക്കെയാണ് നെഗറ്റീവ്, പോസിറ്റീവ്, അതുപോലെ തന്നെ സീറോ വർക്കുകൾ വരുന്നത് എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ലെറ്റ്സ് മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് പാർട്ട്, ബട്ട് ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്ന ഫോഴ്സ് കാരണം എന്തൊക്കെ വർക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഗ്രാവിറ്റി ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാവിറ്റി കാരണം, വാട്ട്സ് മീൻ ബൈ ഗ്രാവിറ്റി? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എർത്ത് ആണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ഫോഴ്സിന്റെ അവസ്ഥകൾ അല്ലെങ്കിൽ വർക്ക് ഡണിന്റെ അവസ്ഥകൾ എന്താണ് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ജസ്റ്റ് അതിൽ പറയാനുള്ളത് ഒരു ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിന് h ഹൈറ്റിലേക്ക് ഒരാൾ ഉയർത്തുകയാണെങ്കിൽ, ഇവിടെ 6.3 എയിൽ കൊടുത്ത ഡയഗ്രാം ആസ് ഷോ m ഈസ് ദ മാസ് ആൻഡ് h ഈസ് ദ ഹൈറ്റ് ആസ് ഷോൺ ലൈക്ക് ദിസ്. ഈ രൂപത്തിൽ എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റിനെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിനെ h ഹൈറ്റിലേക്ക് ഒരാൾ ഉയർത്തിയാൽ, h എന്ന ഹൈറ്റിലേക്ക് ഒരാൾ ഉയർത്തിയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. ആണോ? ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് നോക്കുക. ഒരു ഒബ്ജക്റ്റ് നോർമലി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ മാസ് എമ്മും വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് എത്രയാണ്? m ഇൻറ്റു ജി ആണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം റിപ്ലേസ് വരണം. ന്യൂട്ടൺ സെക്കൻഡ് രണ്ടാം ചലന നിയമപ്രകാരം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? സമവാക്യം എന്താണ്? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F into F is equal to F. Delta P and delta T. Didn't get. മനസ്സിലായില്ല. Hello. Okay, delta P by delta T എന്നതിനെ ഫൈനലൈസ് ചെയ്ത ഇക്വേഷൻ ആണ് F is equal to M into A. ഡെൽറ്റ പി ബൈ ഡെൽറ്റ പി രണ്ട് സെക്കൻഡ് ലോയുടെ ഡെഫിനിഷനിൽ നിന്നുള്ള ഇക്വേഷൻ ആണ്. അതിനെ ഫൈനലൈസ് ചെയ്തിട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ അവസാനത്തെ ഇക്വേഷൻ F is equal to MA ആണ് കിട്ടിയത്, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ ഇവിടെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള മാസ് എമ്മും ആക്സിലറേഷൻ ജിയുമാണ്. അതുകൊണ്ട് ഫോഴ്സിനെ നമുക്ക് എന്ത് പറയാം? ഫോഴ്സിനെ F is equal to mg. ഈ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഒരു ബ്ലോക്ക്, ഒരു പെട്ടി ഞാൻ അവിടെ താഴെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ മുകളിലേക്ക് എടുക്കുമ്പോൾ ഞാനൊരു വർക്ക് ചെയ്യണമല്ലോ. ആ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് ചോദ്യം. മനസ്സിലായോ നോക്കുക. ഞാനൊരു ബോക്സിനെ അവിടെ താഴെ വെച്ചിട്ടുണ്ട്. ആ ബോക്സിനെ ഞാൻ അപ്വേർഡ് ഉയർത്തുകയാണെങ്കിൽ അവിടുത്തെ ഞാൻ ചെയ്ത വർക്ക് എന്ത്? അല്ലെങ്കിൽ ഡൗൺവേർഡ് താഴെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ചെയ്ത വർക്കിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ഫോഴ്സ് mg ആണ് കേട്ടോ. ഫോഴ്സ് mg ആണ്. The weight of the object is mg in both case. രണ്ട് കേസിലും വെയിറ്റ് എന്താണ്? mg ആണ്. അത് ആണ് ഞാനിപ്പോ പറഞ്ഞത്. Then work done is done against the force mg. താഴേക്ക് ഉള്ള ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ ഞാനൊരു ഒബ്ജക്റ്റിനെ ഉയർത്തുമ്പോൾ ചെയ്യുന്ന വർക്ക്. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാളെ വിളിക്കുകയാണ്. ജസ്റ്റ് ഇപ്പോ ആദിദേവ് പി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ലൈവിലുണ്ട്. അവിടെ ഒരു ബോക്സ് ഉണ്ട് കയ്യില്, വീട്ടിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ഇതിനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഉയർത്തുകയാണ്. ഇപ്പൊ ഞാൻ ചെയ്ത വർക്ക് എന്താണെന്ന് ചോദിക്കും. Now it is placed here. When we lift it upward, ഇത് മുകളിലേക്ക് ഉയർത്താൻ ഞാൻ ചെയ്ത വർക്കിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഞാൻ ഇത് നോർമലി ഇപ്പൊ ഇത് ഇങ്ങോട്ട് താഴേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ ഫോഴ്സ് കൊടുത്തത്. സോ ദ വർക്ക് ഡൺ against the force mg and the displacement is upward. ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ് ഉണ്ടായത്.
താഴേക്കാണ് ഇതിന്റെ mg ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റത്തെ ഈ ഡയഗ്രത്തിൽ കാണുന്ന മാർക്കിംഗ് നോക്കാം. ഈ ഡയഗ്രത്തിൽ കൊടുത്ത മാർക്കിംഗ് നോക്കാം. ഇതില് mg താഴേക്കും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കുമാണ്. അങ്ങനെ ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു എങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളത് മുകളിലേക്കാണ്. ഫോഴ്സ് വന്നത് mg ഫോഴ്സ് വന്നത് താഴേക്കാണ്. അപ്പൊ രണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും ആണെങ്കിൽ, ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്? വർക്ക് നെഗറ്റീവ് ആണ്. കാരണം ആംഗിൾ ഇൻ ബിറ്റ്വീൻ ഒന്ന് മുകളിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആംഗിൾ എത്രയാണ്? ഇതിന്റെ കോണളവ് എത്രയാണ്? 180 ആണ്. 180ന്റെ കോസ് വാല്യൂ എത്രയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. കോസ് വാല്യൂ എത്രയാണ്? കോസ് 180. കോസ് 180 എത്രയാണ്? കോസ് 180 പറഞ്ഞേ. വാട്ട്സ് ദ വാല്യൂ ഓഫ് കോസ് 180? ഓക്കെ വേഗം. വാട്ട്സ് ദ വാല്യൂ ഓഫ് കോസ് 180? കോസ് 180ന്റെ വാല്യൂ എത്രയാണ്? എനിവൺ ചോദിക്കുന്നവർ പറയാൻ നോക്കട്ടെ. കോസ് 180 -1 ആണ് കേട്ടോ. റിവൈസ് ചെയ്യണം. കോസ് 180 -1 ആണ്. കോസ് 180 കോസ് 180 -1 ആണ്. അതിൽ ചിലപ്പോൾ ടേബിളിൽ കാണൂല, ഞാൻ പറഞ്ഞിരുന്നത്. കോസ് 180 വരും, -1 ആണ്. അതുകൊണ്ടാണ് mgh മൈനസ് ആയത്. അതുകൊണ്ടാണ് ഇവിടത്തെ ഈ ഒരു ആൻസർ കിട്ടിയത്. എന്താന്ന് നോക്കാം. ഫോഴ്സ് mg ആണ്. d എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈറ്റ് ആണ്. നെഗറ്റീവ് വരാൻ കാരണം കോസ് 180 -1 ആണ്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചു നോക്കാം എന്താണ് പറഞ്ഞത് എന്നതിന്റെ ഒരു കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടി പറയാണ്. നമുക്ക് കിട്ടേണ്ടത് വർക്ക് ഡൺ ആണ്. നമുക്ക് കിട്ടേണ്ടത് വർക്ക് ഡൺ ആണ്. ആര് ചെയ്ത വർക്ക്? ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ്. നോട്ട് ചെയ്യണ്ടല്ലേ സാറേ നോട്ട്ബുക്കില്? ഈ ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ മതി. അതായത് ദ വർക്ക്, ഈ ABC എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവും. ദിസ് വൺ, ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് mg എന്ന് എഴുതിയിട്ടാണ് എഴുതുന്നത്. ആ ഒരു പോയിന്റ്, ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് mg ഡൗൺവേർഡ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് അപ്വേർഡ്സ്. ഫോഴ്സ് താഴേക്കാണ്. ഫസ്റ്റ് നമ്മൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ അത് ചലിച്ചത് മുകളിലേക്കാണ്. അതുകൊണ്ട് ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താണ്? ഓർമ്മയുണ്ടോ നോക്കട്ടെ. വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? എനിവൺ? W is equal to force into displacement. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. F ഇൻറ്റു D ആണ്. പക്ഷെ ഈ ഡോട്ട് ഡി മാറ്റുമ്പോൾ F ഇൻറ്റു D എന്ന് എഴുതുമ്പോൾ FD cos θ ആണ് ഫുള്ള്. FD cos θ ആണ് ഫുള്ള്. ഇതും പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ cos 180. അപ്പൊ ഈ D എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഈ ഒരു സ്ഥലത്ത് ഞാൻ ഈ D ഡിസ്റ്റൻസ്, ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് നീങ്ങിയത്, D സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കാൻ പറ്റും? H കൊടുക്കാൻ പറ്റുമോ? റിപ്ലൈ H കൊടുക്കാൻ പറ്റുമോ? ഡിയുടെ സ്ഥാനത്ത് H കൊടുക്കാൻ പറ്റുമോ? അതല്ലേ ഹൈറ്റ്, ഡിസ്റ്റൻസ് അതല്ലേ. ഇത് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിയാൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് H അല്ലേ, ഹൈറ്റ് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ mgh എന്ന് വന്നത്. എന്തുകൊണ്ടാണ് H വന്നതെന്ന് മനസ്സിലായോ നോക്കാം. എന്തുകൊണ്ടാണ്? ഹൗ H ഇസ് പ്ലേസ്ഡ്. D എന്നത് ഇവിടെ H ആണ്, ഹൈറ്റ് ആണ്. അപ്പോ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു W ഈക്വൽ ടു -mgh. ഈ പറഞ്ഞ പോയിന്റ് ആണ് വേണ്ടത്. ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg ഇസ് W ഈക്വൽ ടു -mgh എന്നത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കാം. എന്തുകൊണ്ട് അവിടെ മൈനസ് വന്നു? വർക്ക് ഡൺ, ഗ്രാവിറ്റി താഴേക്കാ വലിക്കുന്നത്, പക്ഷെ ഒബ്ജക്റ്റ് മുകളിലേക്കാണ് പോയത്. അതുകൊണ്ട് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത വർക്ക് പോസിറ്റീവ് ആണെങ്കിലും ഗ്രാവിറ്റി ചെയ്ത വർക്ക് നെഗറ്റീവ് ആണ്. ദെൻ ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇത് മനസ്സിലായോ? ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. നെക്സ്റ്റ് പോയിന്റും കൂടി പറഞ്ഞിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ ഇൻ ദ കേസ് ഓഫ് ബി, ഈ രണ്ടാമത്തെ ഡയഗ്രം നോക്കാം. രണ്ടാമത്തെ ഡയഗ്രം, സെക്കൻഡ്
ഡയഗ്രാം. ഇതിന്റെ അവസ്ഥ എന്താ നോക്കിയാ, ഇത് താഴേക്കാണ് വെക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു ബോക്സിനെ, മുകളിലുള്ള ഒരു ബോക്സ് ഇങ്ങനെ താഴെ വെക്കുകയാണ്. താഴേക്ക് ആ ഒരു സിറ്റുവേഷനിലുള്ള വർക്ക് ഡൺ എന്താണ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് അല്ലെ. mg താഴേക്കാണ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തതും ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് വന്നത്. അങ്ങനത്തെ കേസിൽ രണ്ട് ഭാഗവും ഒരേ ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് വർക്കാണ് കിട്ടുക. ഇൻ 3.b the mass is being lowered. ഇതിന് ഞാൻ താഴേക്ക് ഇറക്കി വെക്കുകയാണ്. The force mg and the displacement d are in the same direction. അതുകൊണ്ട് പോസിറ്റീവ് mgh ആണ് ഉണ്ടാവുക. അപ്പൊ ഈ ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫ് നോക്കി, അതിൽ എവിടെയൊക്കെയാണ് നെഗറ്റീവ് വന്നത്? 4 കേസുകൾ പറയും. 4 കേസ്, അതായത് എവിടെയൊക്കെ നെഗറ്റീവ് വരും, എവിടെയൊക്കെ പോസിറ്റീവ് വരും. ഇവിടെയുള്ള ഈ ഒരു പോയിന്റ് നോക്കാം. when the object is lifted up, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ the work done by the gravitational force is negative. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബോക്സിനെ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഗ്രാവിറ്റി ചെയ്തത് നെഗറ്റീവ് ആണ്, പക്ഷെ നമ്മൾ ചെയ്ത വർക്ക് പോസിറ്റീവ് ആണ്. ഇപ്പൊ ഞാൻ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിന് അനുസൃതമായിട്ട് തന്നെ അല്ലേ മുകളിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തത് പോസിറ്റീവ് ആണ്. ഏത് ഫോഴ്സ് ആണോ കൊടുത്തത് ആ ഫോഴ്സിന്റെ അതേ ദിശയിലാണോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് എന്ന് നോക്കും. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഇത്രയേ മനസ്സിലാക്കേണ്ടുള്ളൂ. ഈ 4 പോയിന്റ് ഇവിടെ കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൺഫ്യൂഷൻ ആവാതെ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ ഇത് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു. അപ്പൊ എന്താണ് ഈ പറഞ്ഞ നെഗറ്റീവുകൾ, എന്താണ് പോസിറ്റീവുകൾ എന്ന് മനസ്സിലായാൽ റിപ്ലൈ തരണം. ജസ്റ്റ് 2 പ്രാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ്, നെഗറ്റീവ് വരുന്നത് എപ്പോഴാണ്? ഒന്നാമത്തെ ഡയഗ്രത്തില് 2 വർക്കുകൾ നമുക്ക് പറയാം. ഇവിടെ 2 ആളാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഒന്ന് എർത്ത് ആണ്, 2 ഇവിടെയുള്ള ഒരു കുട്ടിയാണ്. ഒന്ന്. രണ്ടാമത്തെ ഇവിടെയുള്ള എർത്ത്, ഭൂമിയാണ്. ഭൂമി ഇതിനെ പിടിച്ചു വലിക്കുമ്പോൾ ഈ കുട്ടി ഇതിനെ മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. വലിച്ചു ഉയർത്തുകയാണ് ചെയ്തത്. അപ്പോ ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് ചലിച്ചത്? റിപ്ലൈ വേണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? ഫസ്റ്റ് കേസ് മാത്രമാണ് പറയുന്നത്. ഒബ്ജക്റ്റ് എങ്ങോട്ടാ മൂവ് ചെയ്തത്? റിപ്ലൈ വേണം. ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? ഈ കുട്ടി മുകളിലേക്ക് ഒബ്ജക്റ്റിനെ എടുത്തിട്ടുണ്ട്. ഗ്രാവിറ്റി താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് എങ്കിലും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് എങ്കിലും ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? കാരണം കുട്ടി അതിനെ എടുത്തിട്ടുണ്ട്. ആണോ? കുട്ടി മുകളിലേക്ക് അതിനെ എടുത്തിട്ടുണ്ട്. അപ്പോ വസ്തു ചലിച്ചത് മുകളിലേക്കാണ് എങ്കിൽ ആ സിറ്റുവേഷനിൽ 2 പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുമിച്ച്. ഒന്ന് ഭൂമിയാണ്, എർത്താണ്. എർത്ത് താഴേക്ക് പിടിച്ച് വലിച്ചിട്ടും മുകളിലേക്കാണ് പോയത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് മുകളിലേക്കാണ്. അപ്പോ വർക്ക് ഡൺ ബൈ ദ എർത്ത് ഈസ് നെഗറ്റീവ്. പക്ഷെ കുട്ടി വലിച്ച അതേ ഡയറക്ഷനിലല്ലേ പോയത്. കുട്ടി ചെയ്ത വർക്ക് പോസിറ്റീവും, ഗ്രാവിറ്റി ചെയ്ത എർത്ത് ചെയ്ത വർക്ക് നോക്കിയ ഫസ്റ്റത്തെ 2 പറഞ്ഞത്. ആരാണ് വർക്ക് ചെയ്യുന്നത്? 2 പേരുണ്ട്. വർക്ക് ഡൺ ബൈ ദ എർത്ത് ഈസ് നെഗറ്റീവ്, കാരണം മുകളിലേക്കാണ്. ഒന്നാമത്തെ കേസിൽ മുകളിലേക്കാണ് പോയത്. വർക്ക് ഡൺ ബൈ ദ സ്റ്റുഡന്റ് ഈസ് പോസിറ്റീവ് അല്ലെ. മുകളിലേക്ക് വലിച്ചപ്പോൾ മുകളിലേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ കുട്ടി ചെയ്ത വർക്ക് പോസിറ്റീവ് ആണ്, പക്ഷെ എർത്ത് ചെയ്ത വർക്ക് നെഗറ്റീവ് ആണ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ നോക്കി ഒന്ന് റിപ്ലൈ തന്നേ, ടെക്സ്റ്റ് ആയാലും മതി. ഒന്നാമത്തെ കേസില് 2 പേര് വർക്ക് ചെയ്തത് നമ്മൾ പറഞ്ഞു. ഒന്നാമത് ഫസ്റ്റ് പറഞ്ഞത് ആ കുട്ടി ചെയ്ത വർക്ക് പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ. കുട്ടി ചെയ്ത വർക്ക് പോസിറ്റീവ് ആവുന്നത് മുകളിലേക്ക് പോകുമ്പോഴാണ്, പോസിറ്റീവ് ആണ്. രണ്ടാമത്തെ കേസിൽ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കേസ്
ഈ കേസ്, ദിസ് കേസ്. ഇവിടെയും രണ്ടുപേര് തന്നെയാണ്. ഒന്ന് കുട്ടിയുണ്ട്, രണ്ട് എർത്തും ഉണ്ട്. എർത്ത് പിടിച്ചു വലിച്ച അതേ ഡയറക്ഷനിലേക്കാണ് കുട്ടി ഇതിനെ ഇറക്കി വെച്ചത്. കുട്ടി ഇതിനെ താഴെ ഇങ്ങനെ ആ ബോക്സിനെ ഇറക്കി വെച്ചു. എങ്ങോട്ടാണ് ചലിച്ചത് എന്നാണ് ഇനി ചോദ്യം. വാട്ട്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബോക്സ്? ഇൻ വിച്ച് ഡയറക്ഷൻ ബോക്സ് വിൽ മൂവ്? ഡൗൺവേർഡ് അല്ലേ? അല്ലേ? ആര് പിടിച്ചു വലിച്ച ഡയറക്ഷനിലേക്കാണ്? എർത്തിന്റെ അതേ ഡയറക്ഷനിലേക്കല്ലേ വന്നത്? അപ്പൊ ആര് ചെയ്ത വർക്ക് പോസിറ്റീവ്? എർത്ത് ചെയ്ത വർക്കാണ് പോസിറ്റീവ്. കുട്ടി ചെയ്ത വർക്ക് താഴേക്ക് ഇറക്കി വെച്ചതായതുകൊണ്ട് കുട്ടി ചെയ്ത വർക്ക് നെഗറ്റീവ് ആണ്. അപ്പോ ലാസ്റ്റത്തെ ആ ഒരു 4 പോയിന്റ്സ് ഒന്നുകൂടി വായിച്ചു നോക്കുക. രണ്ടാമത്തെ പോയിന്റ്, when the object is lifted up, മുകളിലേക്ക് ഉയർത്തുമ്പോൾ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് is negative, but the person will do positive work. രണ്ടാമത്തെ കേസിൽ when the object is being lowered, അതിനെ താഴേക്ക് വെച്ചപ്പോൾ the work done by the gravitational force is positive. അപ്പൊ എർത്തിൻ്റെതാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെതാണ് പോസിറ്റീവ് ആയത്. പക്ഷേ the work done by the person lowering the object is negative. അയാൾ ഇറക്കി വെച്ചുകൊണ്ട് നെഗറ്റീവ് വർക്കാണ് അയാൾ ചെയ്തത്. രണ്ട് കേസിലും നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻസ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. ആര് വലിച്ച ഡയറക്ഷനിലാണോ ഒബ്ജക്റ്റ് നീങ്ങിയത് അയാൾക്ക് പോസിറ്റീവ് വർക്കും മറ്റേയാൾക്ക് നെഗറ്റീവ് വർക്കും. മനസ്സിലായോ? നോക്കി മൂവ് ചെയ്യട്ടെ. ഓൺലി തിങ് ആണ് നമുക്ക് കിട്ടുന്ന വർക്ക് എന്ന് മനസ്സിലാവുക. ജസ്റ്റ് MGH മൈനസും പോസിറ്റീവും എഴുതി വെച്ചാൽ മതി. ഇനി എപ്പോഴാണ് പോസിറ്റീവ് എപ്പോഴാണ് നെഗറ്റീവ്, വൺ വേർഡിൽ ചോദിക്കാൻ വേണമെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ. അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലായാൽ മതി. എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുത്തത് അങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്ത വർക്ക് പോസിറ്റീവ്. ഇത് മാത്രം മനസ്സിലാവണം. ക്ലിയർ ആണോ? So next, work done by a variable force. Work done by a variable force. മാറിക്കൊണ്ടിരിക്കുന്ന ഫോഴ്സ് ചെയ്താൽ ഉണ്ടാകുന്ന വർക്ക്. അതായത് ചെറിയ ചെറിയ ഫോഴ്സുകൾ എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വർക്കുകളും കിട്ടും. എല്ലാ സമയവും ഒരേ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരേ ഫോഴ്സ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് യൂസ് ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇതിൽക്ക് ഒരു ഫോഴ്സ് കൊടുത്താൽ ഇത് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതിന് ഞാൻ ഗ്രാഫായിട്ട് വരയ്ക്കാണ്. ഇവിടെ എഫും കൊടുത്ത് ഇവിടെ എക്സും കൊടുത്ത് 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോ ഇവിടെ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോ ഒബ്ജക്റ്റ് 2 മീറ്റർ ദൂരം സഞ്ചരിച്ചുവെങ്കിൽ ഇവിടെ പോയിന്റ് കിട്ടും. അടുത്തത് എഫ് കൂട്ടി ഫോഴ്സ് കൂട്ടി വീണ്ടും ചലിച്ചു. അങ്ങനെ അങ്ങനെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ്. ഗ്രാഫ് ഇതുവരെ കണ്ടിട്ടുണ്ടോ? പറഞ്ഞു എന്നുള്ളൂ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. നോക്കുക ഫസ്റ്റ് ഭാഗം. വ്യത്യസ്ത സമയങ്ങളിൽ നമ്മൾ വ്യത്യസ്ത ഫോഴ്സുകൾ കൊടുക്കുകയാണെങ്കിലും ചെറിയ ഫോഴ്സുകൾ കൊടുക്കുകയാണെങ്കിലും നമുക്ക് അവിടുത്തെ വർക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ കുറച്ച് സമയത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഉണ്ടായത് 1 മില്ലിമീറ്റർ മൂവ് ചെയ്തു എന്ന് വിചാരിക്കും. ഒരു പെട്ടി ഉണ്ട്, വലിയൊരു ബോക്സ്. അതിന് ഞാനൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ അത് 1 മില്ലിമീറ്റർ മൂവ് ചെയ്തു അല്ലെങ്കിൽ ചലിച്ചു എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തോ? ആ സമയത്ത് ഞാൻ ചെയ്ത വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ആ സമയത്ത് കൊടുത്ത ചെറിയ ഫോഴ്സും ആ സമയത്തുണ്ടായ ചെറിയ ഡിസ്പ്ലേസ്മെന്റും ഗുണിച്ചാൽ മതി. അങ്ങനെ ഓരോ സമയത്തും ഉണ്ടായിട്ടുള്ള വർക്കിനെ ആഡ് ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. ഇപ്പൊ ഒരേപോലെയുള്ള ഫോഴ്സ് കൊടുക്കാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ആഡ് ചെയ്താലും ടോട്ടൽ വർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ്. ഒരു ഒബ്ജക്റ്റ് ഒരു പ്ലേസിൽ വെച്ചിട്ടുണ്ട്. അത് എക്സ് എന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എങ്കിൽ, എക്സ് എന്ന പൊസിഷനിലായിരുന്നു, അത് x1 എന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് എന്ന് മാർക്ക് ചെയ്തു. ഡെൽറ്റ എക്സ്, അതായത് ചെറിയ ഡിസ്പ്ലേസ്മെന്റുകളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ആണ് ഡെൽറ്റ എക്സ് ഉപയോഗിക്കുക, ചെറിയ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആ സമയത്ത് കൊടുത്ത ഫോഴ്സ് എഫക്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ വർക്ക് ഡെൽറ്റ ഡബ്ല്യു. എന്തുകൊണ്ട് അവിടെ ഡെൽറ്റ ഡബ്ല്യു എന്ന് കൊടുത്ത് പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ പറഞ്ഞ ആൻസർ ആണെന്ന് റിപ്ലൈ വരണം. എന്തുകൊണ്ട് അവിടെ ഡെൽറ്റ ഡബ്ല്യു എന്ന് കൊടുത്തു? ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ചേഞ്ച്, ചെറിയ ഡിസ്റ്റൻസ് ആണ് ഉണ്ടായത്, ഡെൽറ്റ എക്സ് ആണ്. അതുകൊണ്ട് അവിടുത്തെ വർക്ക് ഡെൽറ്റ ഡബ്ല്യു എന്ന് മാർക്ക് ചെയ്തു. ടോട്ടൽ വർക്കിനെ ഡബ്ല്യു എന്നും ചെറിയ വർക്കുകളെ ഡെൽറ്റ ഡബ്ല്യു എന്നും റെപ്രസെന്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. ചെറിയ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ ഡെൽറ്റ എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. കംപ്ലീറ്റ് മൂവ് ചെയ്താൽ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന് കുറച്ച് ചെറിയ ഫോഴ്സുകൾ കൊടുത്ത് അങ്ങനെ കൊണ്ടുപോവാണ് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ ദിവസം മൂവ് ചെയ്തത് ഡെൽറ്റ എക്സ്, കുറച്ച്, പിന്നെ കുറച്ച് അങ്ങനെ അവസാനം എല്ലാം കൂട്ടിയാൽ നമുക്ക് അവസാനം കംപ്ലീറ്റ് കിട്ടൂലേ? അതാണ് ഇവിടെ സിഗ്മ എന്ന ലെറ്റർ കൊണ്ട് അവസാനം എഴുതിയത്. ഡെൽറ്റ ഈക്വൽ ടു സിഗ്മ ഡെൽറ്റ ഡബ്ല്യു. എല്ലാതും ഈ സിഗ്മ ലെറ്റർ ഇതുവരെ കാണാത്തവരുണ്ടോ? ഈ സിമ്പിള് സം ഓഫ് സിഗ്മ കാണാത്തവരുണ്ടോ? സിഗ്മ ഡെൽറ്റ ഡബ്ല്യു, അതായത് സം ഓഫ് ഡെൽറ്റ ഡബ്ല്യു. എല്ലാ ചെറിയ ഡെൽറ്റ വർക്കുകളും കൂട്ടിയാൽ നമുക്ക് ഇവിടെ ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. അപ്പൊ ആദ്യത്തെ ഈ ഒരു ഡബ്ല്യുവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വർക്ക് ഡൺ? ടോട്ടൽ വർക്ക് ഡൺ കാണാൻ എന്ത് ചെയ്താൽ മതി? സം ഓഫ് എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. എഫ് എക്സ് എന്ന് പറഞ്ഞാല് എക്സ് എന്ന ചെറിയ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഫോഴ്സ്, ഡെൽറ്റ എക്സ് ആ ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, ആ മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. ഇവിടെ ഈ ഒരു ഇക്വേഷനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ഡബ്ല്യു ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആണെന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത ഒരു ഗ്രാഫിലേക്ക് പോവാണ്. അതിനെ എങ്ങനെ ചെയ്യാം എന്നുള്ള രൂപത്തിലേക്ക് പോവാണ്. ജസ്റ്റ് ഇതിനൊന്ന് റെക്കോർഡ് അയക്കണം. റെക്കോർഡ് അയക്കണേ, അതില് കാണാൻ പറ്റണില്ല സാറിന്. ഞാൻ അത് മാറ്റി വെച്ചതാ. റെക്കോർഡ് ആൻഡ് പ്രോഗ്രസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? എന്നോട് പറയാണോ? റെക്കോർഡായി വന്നേക്കുന്ന ഇതില് എനിക്കതാണ് കാണാൻ പറ്റണില്ല. സാറിന് കാണാൻ പറ്റുക ഇപ്പോഴോ? അതൊന്നുകൂടി എക്സിറ്റ് അടിച്ചിട്ട് റീജോയിൻ ചെയ്തോ കേട്ടോ. കൊറേ പ്രാവശ്യം എന്നിട്ട് അതുപോലെ തന്നെയാണ്. ഒരാൾക്ക് മാത്രല്ലേ പ്രശ്നമുള്ളൂ? ബാക്കിയുള്ളവർക്കൊക്കെ ഓക്കെ ആണോ? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് പ്രോഗ്രസിംഗ് ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ലീവ് അടിച്ചു നോക്കുക, എന്നിട്ട് ഒന്നുകൂടി റീജോയിൻ ചെയ്യാം കേട്ടോ. ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി റീജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ ഗ്രാഫ് രൂപത്തിൽ വരച്ചാൽ നമുക്ക് കിട്ടിയ വർക്കുകളാണ് ഇവിടെ ഈ കാണുന്നത് കേട്ടോ. വേരിയിങ് ഫോഴ്സ് മൂവ്സ് ഓൺ ആൻ ഒബ്ജക്ട് അറ്റ് ആൻ ഇനീഷ്യൽ പൊസിഷൻ എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു ഇവിടുന്ന് ഒരു പൊസിഷനിൽ നിന്നും നമ്മൾ വർക്ക് കൊടുത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു പൊസിഷനിൽ നിന്നും ഇവിടെ ഒരു പൊസിഷനിലേക്ക് വരെ മൂവ് ചെയ്താൽ, അതായത് ഈ ഒരു 10 മീറ്ററിൽ നിന്നും 20 മീറ്ററിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോകാന്ന് വിചാരിച്ചോളൂ. 20 മീറ്ററിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ, ഇത് 20 ഇത് 10 ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് കൊടുത്ത ഫോഴ്സ് ആണ് ഈ ഒരു വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നുള്ളത് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തു. ഇത് രണ്ടും കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രാഫ്, ഏത് ഷേപ്പും ആവാം, ജസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രാഫാണ് ഇത്. ഇതില് ഓരോ പാർട്ടുകളെയും റെക്ടാങ്കിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ചലിച്ചത് എക്സ്, ഒരു മില്ലിമീറ്റർ, ആ ഒരു മില്ലിമീറ്ററിന്റെ ദൂരമാണ് അതിന്റെ ഒരു വിഡ്ത്ത് കാണിച്ചിട്ടുള്ളത്. ഹൈറ്റ് ആ സമയത്തുണ്ടായ ഫോഴ്സ് ആണ്. അപ്പോ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണെന്ന് അറിയാം? ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, ചതുരത്തിന്റെ ഏരിയ എന്താ സമവാക്യം? സൈഡ് ഇൻറ്റു സൈഡ് ആണോ? അല്ലേ? റിപ്ലൈ വേണം? ഇവിടെ ഇല്ലേ?
All of you here? ഒരു ചതുരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചതുരങ്ങളുടെ ഏരിയ കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് 1 സൈഡ് ഇൻറ്റു അതർ സൈഡ് ആണ്. ഇവിടെ ഇല്ലേ, റിപ്ലൈ വേണേ. ചതുരം കണ്ടിട്ടില്ലേ? ഇതാ ഇതിന്റെ ഏരിയ എന്താ? ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ ഇൻറ്റു ബി അല്ലേ? ആണോ? അപ്പൊ ഇതിന്റെ താഴെ ഇപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഷെയ്ഡ് ചെയ്ത ആ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഇത് ഈ ഭാഗം ഡെൽറ്റ എക്സ് ആണ്, ഇത്രയും ലെങ്ത്. ഇത് എഫ് ആണ്. ഒരു ഭാഗം എഫും ഒരു ഭാഗം എന്തുവാണ്? ഡെൽറ്റ എക്സും ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. പറയുമ്പോൾ വർക്ക് ഡൺ ഈസ് എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ്. എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്താ അവസ്ഥ? ഇവിടെ നമ്മൾ എഴുതി ഓൾറെഡി എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നത് വർക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെക്ടാങ്കിളിന്റെ ഏരിയകൾ കൂട്ടി നോക്കിയാൽ കിട്ടുന്നത് വർക്ക് ആവുമെന്നാണ് ഈ ക്വസ്റ്റ്യന് കിട്ടേണ്ടത്. നമ്മൾ നേരെ മുൻപത്തെ പേജിൽ എഴുതിയത് ഓർമ്മയുണ്ടോ? വർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഈ ചെറിയ റെക്ടാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിച്ചാലും നമുക്ക് വർക്കാണ് കിട്ടുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെയുള്ള എഫിന്റെയും ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാലും മതി എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരച്ചു, അതിലുണ്ടായിട്ടുള്ള ഏരിയ, അത് നമുക്ക് അതിന്റെ റിസൾട്ടിനായിട്ട് കിട്ടുന്ന ഏരിയയുടെ ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് വർക്ക് കിട്ടും എന്ന പോയിന്റ് ആണ്. അപ്പൊ ഈ ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ ആണിത് അല്ലെ? ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെയുള്ള ഭാഗം, അതാണ് ഷെയ്ഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ഷെയ്ഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് വർക്ക് കിട്ടും. അപ്പൊ വർക്ക് കണ്ടുപിടിക്കാൻ എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം എന്നതിന് ഉപരിയായിട്ട് ഹയർ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സംഗതികളിലൊക്കെ വർക്ക് കണ്ടുപിടിക്കാൻ ഗ്രാഫിക് റെപ്രസെന്റേഷൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഇവിടെ പറയുന്നത്. അതായത് ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഗീവ്സ് വർക്ക് ഡൺ. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വർക്ക് കിട്ടും. കാരണം y ആക്സിസിലുള്ളതും x ആക്സിസിലുള്ളതും ഗുണിച്ചാലാണ് ഏരിയ കിട്ടുക. അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് വർക്കാണ് എന്ന് മാത്രമാണ് മനസ്സിലാവേണ്ടത്. ഒന്നുകൂടി നോക്കുക. പോയിന്റ് ഇത്രയേ ഉള്ളൂ. എഫ് x ആക്സിസിലും x ആക്സിസിലും ഉള്ള ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ വർക്ക് കിട്ടും. ആ ഒരു പോയിന്റ് നെക്സ്റ്റ് നോട്ട് ചെയ്തോ. കമന്റ് ബോക്സ്. അപ്പൊ ലീവായി പോണ കിട്ടണില്ല. ഫോർ ഹോം എല്ലാവർക്കും ആർക്കും കിട്ടുന്നില്ലേ? റിപ്ലൈ കിട്ടുന്നില്ല. പ്രോഗ്രസ് എന്ന് പറഞ്ഞ വന്യ റെക്കോർഡ് അയക്കണേന്ന് ക്ലാസ് ജാസ് മാത്രല്ലോ ഈ പ്രശ്നമുള്ളത്. ലീവ് ചെയ്ത് റീജോയിൻ ഞാനത് നീക്കാൻ വന്ന റെക്കോർഡ് എന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പൊ ഞാൻ നീക്കി നിന്റെ ഇന്റർഫേസ് ക്ലിയർ ആണോ? ഇന്റർഫേസ് ഇതിലുള്ള ഇന്റർഫേസ് ഇതേപോലെ വരുന്നില്ല എന്നാ ചിലപ്പോ വേറെ എവിടെയെങ്കിലൊക്കെ പ്രസ് ചെയ്യാനുണ്ടാവും. നമ്മൾ എക്സിറ്റ് ആയാലും ഓട്ടോമാറ്റിക്കലി പോവില്ല.
സൈഡിൽ സ്ക്രീൻ ഉണ്ടാവും. ലീവ് എന്നുള്ളത് എൻഡ് എന്നുള്ളത് അതിൽ നിൽക്കാൻ മാത്രമേ നമ്മൾ എക്സിറ്റ് ആവുള്ളൂ. പോണുണ്ട് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലീവായി പോണ്. ഞാനോ? റെക്കോർഡിങ് അങ്ങനെ പോണ് ഞാൻ ക്ലാസ്സിൽ കയറുമ്പോ അപ്പൊ പോയിക്കൊണ്ടിരിക്കണേ ഫോക്കസ് റെക്കോർഡിങ് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. അതുകൊണ്ടോ എക്സിറ്റ് ആയി റീജോയിൻ ചെയ്യും? അല്ലെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പറയണ കേക്കണുണ്ട് പക്ഷെ സ്ക്രീൻ കാണുന്നില്ല. അതാണോ പ്രശ്നം? PDF കാണി ഒന്നും കൂടി മനസ്സിലായേനായിരുന്നു. PDF ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മതി. ഇപ്പുറത്തെ സ്ക്രീനിൽ ഉണ്ടാവും. എന്റെ വീഡിയോ ഓഫ് ആക്കിയ ചിലപ്പോൾ കാണും. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല ഒന്നും കാണുന്നില്ല. എന്നാൽ ജസ്റ്റ് സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും കേട്ടോ. ഇനി PDF ക്ലോസ് ആയി പോയിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഷെയർ ചെയ്യാം. ഷെയറിങ് ഓഫ് ആക്കിയിട്ട് എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കും. അപ്പൊ വരും. റെഡി ആയോ? ഓക്കെ. ഇല്ല ഇല്ല ഇല്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ റെക്കോർഡിങ്ങിൽ കിട്ടുമായിരിക്കും കേട്ടോ. ഏതായാലും ക്ലാസ് മുന്നോട്ട് പോട്ടെ തൽക്കാലം. റെക്കോർഡിങ്ങിൽ ഉണ്ടാവും, ശ്രദ്ധിച്ചാൽ മതി. സ്ക്രീൻഷോട്ട് PDF ടെക്സ്റ്റ് ഗ്രൂപ്പിലുണ്ട്. അതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. വീഡിയോ ഒന്ന് എക്സിറ്റ് ആവാതെ പവർ ബട്ടൺ അല്ല ഹോം ബട്ടണിൽ നോക്കിയിട്ട് PDF ഗ്രൂപ്പിലുണ്ട്. അതിൽ നോക്കിയാൽ മതി. പേജ് നമ്പർ 146 ആണ് കേട്ടോ. അപ്പോ പേജ് നമ്പർ 146 ഗ്രാഫിന് താഴെയുള്ള ആ ഒരു പോയിന്റ് മാത്രമാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഒരു ഫോഴ്സ് Y ആക്സിസിലും X ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റും ഉള്ള ഒരു ഗ്രാഫ് നമുക്ക് വർക്കാണ് തരുന്നത്. അപ്പൊ അതിന്റെ താഴെ ആ ഒരു ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഏരിയ ഏത് ഷേപ്പോ ആയിക്കോട്ടെ, ആ ഷേപ്പിൽ റെക്ടാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യാം. അല്ല ഇനി ട്രയാങ്കിൾ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഏത് രൂപത്തിലാണെങ്കിലും നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ് കിട്ടുന്നത് എന്ന പോയിന്റ് ആണ് ഇവിടുന്ന് മനസ്സിലാവേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ എന്ന് നോക്കിയേ. ജസ്റ്റ് വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചോ. ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഏരിയ അണ്ടർ ദി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി. ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഒരു ഹൈഫൺ കൊടുത്തിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് gives work done. എഴുതിയോ? ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വർക്ക് ഡൺ. ഗ്രാഫ് അണ്ടർ ദി ഫോഴ്സ് ഹൈഫൺ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് gives work done. Area under the force hyphen displacement graph gives work done. Clear? Area under the force hyphen displacement graph gives അപ്പോ ഫോഴ്സ് Y ആക്സിസിലും ജസ്റ്റ് ഈ ഡയഗ്രം ഒക്കെ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കാം. ഒന്നുകൂടി ഇതിനൊക്കെ വേറെ രൂപവും ഒക്കെ ഇന്റഗ്രേഷൻ എന്നുള്ളൊരു രൂപത്തിലൊക്കെ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏത് രൂപത്തിലോ ആയിക്കോട്ടെ. ഈ റെക്ടാങ്കിൾസ് ആയി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ റെക്ടാങ്കിളിന്റെയും ഏരിയകൾ സം ചെയ്യുന്ന രീതി തന്നെയാണ് ഇന്റഗ്രേഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ
ഇങ്ങനെ ഒരു ഗ്രാഫിന് താഴെയുള്ള ഓരോ ചെറിയ ചെറിയ ഏരിയകളും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ റെക്ടാങ്കിൾസ് പോലെ ഉണ്ടാവും. നമ്മൾ ഉള്ളി എരിയുന്ന പോലെ ആ ഏരിയനെ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ ഓരോ ഉള്ളിത്തോല് കിട്ടുന്ന പോലെ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് റെക്ടാങ്കിൾ രൂപത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സൈഡിന്റെ ഒരു സൈഡ് ആണല്ലോ. അത് വർക്ക് ഡണ്ണുകളുടെ സമ്മാണ്. അതുകൊണ്ട് ഏരിയ അണ്ടർ ദി ഗ്രാഫ് വർക്കാണ് തരുന്നത്. എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയല്ലോ. ഇങ്ങനെ ആവുമ്പോൾ എല്ലാ വർക്ക് ഡണ്ണുകളാണ് അവസാനം നമുക്ക് കിട്ടുക എന്നുള്ളത് ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. വർക്ക് ഡൺ ബൈ എ സ്പ്രിങ്. വർക്ക് ഡൺ ബൈ സ്പ്രിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. വി ഓൾറെഡി ഫെമിലിയർ വിത്ത് സ്പ്രിങ്. നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് സ്പ്രിങ് അല്ലെ. വീട്ടിൽ സ്പ്രിങ് ഒന്നും കാണാത്തവരുടെയും സ്പ്രിങ് ഒന്ന് ഒബ്ജക്റ്റ് കണ്ടിട്ടേ ഇല്ലാത്തവരുണ്ടോ ആരെങ്കിലും? ഇല്ല. അപ്പൊ ആ സ്പ്രിങ്ങിൽ നമ്മൾ ഒരു മീൻ പൊസിഷൻ ഉണ്ടാവും അല്ലെ. ആക്ഷൻ ഒന്നും കൊടുക്കാതെ, ഫോഴ്സ് ഒന്നും കൊടുക്കാതെ ഒരു ബ്ലോക്കില് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്പ്രിങ്, തൂക്കിയിട്ടുള്ള ഒരു സ്പ്രിങ് ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല അനങ്ങാതെ നിൽക്കൂലേ. ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ജസ്റ്റ് 0 പൊസിഷനിൽ നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പ്രിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് സ്പ്രിങ്ങിനെ വരക്കുന്നുണ്ട്. ഈ സ്പ്രിങ് ഇവിടെ ഞാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ ബോക്സ് വലിയ വെയിറ്റ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഫോഴ്സ് കൈ എടുത്തിട്ടുണ്ട്. ഇവിടെ ഫോഴ്സ് ഒന്നും ഇല്ല, സ്പ്രിങ് ഇവിടെ ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പൊ പറയാണ് ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ. ഇത് 0 ആണ്. ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ. ഫോഴ്സ് കൊടുക്കാത്ത സമയത്തുള്ള ഇതാണ് 0. ഞാൻ ഇതിനെ മുകളിലേക്ക് ഉയർത്തിയാലും താഴേക്ക് ഉയർത്തിയാലും ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ സ്പ്രിങ്ങിന്റെ ഡെറിവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടെക്സ്റ്റില് വിലങ്ങിന് വെച്ചിട്ടുള്ളത്. സ്പ്രിങ് കണ്ടോ, ഇത് മെയിൻ പൊസിഷനാണ് 0. ഇനി ഇവിടുന്ന് കംപ്രസ് ചെയ്യാണ്. ഒരാള് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇങ്ങോട്ട് നീക്കുകയാണ്. കണ്ടോ, ഇങ്ങോട്ട് നീക്കിയാല് ഇങ്ങോട്ട് നീങ്ങൂലേ, പക്ഷെ അവിടെ നിൽക്കുവോ? ഞാൻ ഒരു ഒബ്ജക്റ്റിന് ഇങ്ങനെ ഒരു ടേബിളിൽ ഒരു സ്പ്രിങ് വെച്ചിട്ട് ഒരു ഭാഗത്ത് ആ സ്പ്രിങ്ങിനെ കെട്ടിയിട്ടിട്ടുണ്ട്, മറ്റേ ഭാഗത്ത് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുമോ, അതോ ഞാൻ കൈ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുമോ? വാട്ട് വിൽ ഹാപ്പൻ ടു ദാറ്റ്? റിപ്ലൈ വേണം, ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കടന്നുറങ്ങാന്ന് ഞാൻ വിചാരിക്കുന്നു. I applied a force on a freely placed spring on a table. I applied a force and just released. What happened to that? അതവിടെ നിൽക്കുമോ അതോ അതിന്റെ പൊസിഷനിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു ഓസിലേഷൻ ചെയ്യുമോ എന്നാണ്. അല്ലെ, ഓസിലേറ്റ് ചെയ്യൂലേ സ്പ്രിങ്? ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരൂലേ? വരുമോ? വരൂ സർ. വീഡിയോ കാണുന്നുണ്ട്. അപ്പോ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും, വിട്ട് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. എന്തുകൊണ്ടാണ് തിരിച്ചു വന്നത്? ആ സ്പ്രിങ് ഒരു ഫോഴ്സ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്പ്രിങ് തിരിച്ചൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. അതുപോലെ തന്നെ ഞാൻ ടേബിളിൽ വെച്ചിട്ടുള്ള സ്പ്രിങ്ങിന് ഇങ്ങനെ വലിച്ചു നീട്ടി ഈ ഭാഗത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അതും അവിടെ പോയി നിൽക്കൂലല്ലോ. ഇറ്റ് വിൽ ആൾസോ കം ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. അതും വീണ്ടും തിരിച്ചു വരും. അതും ഈ ഫോഴ്സ്, സ്പ്രിങ് ഒരു ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ സ്പ്രിങ്ങിന് ഇന്റേണലി ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് കാരണം നമ്മൾ ചെയ്ത ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് അതൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്പ്രിങ് ഒരു വർക്ക് ചെയ്യുമല്ലോ. സ്പ്രിങ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പ്രിങ് വർക്ക് ചെയ്തു എന്ന് പറയാം. അപ്പൊ സ്പ്രിങ് വർക്ക് ചെയ്ത ആ ഒരു വർക്ക് എത്രയാണ് എന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ എയിം. എയിം ക്ലിയർ ആണോ? സ്പ്രിങ് ഫോഴ്സ്, ആ ഫോഴ്സ് എത്ര വർക്ക് ചെയ്തു എന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അറിയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സ്പ്രിങ്, എല്ലാ സ്പ്രിങ് ഒരേപോലെയാണോ ഫോഴ്സ് കൊടുക്കുക? അല്ലല്ലോ. എല്ലാ സ്പ്രിങ് ഒരേപോലെ ഫോഴ്സ് കൊടുക്കുക? അല്ല. ഓരോന്നിനും വ്യത്യസ്ത ഫോഴ്സുകളാണ് കൊടുക്കുക. അപ്പൊ അതിനെ കണക്ട് ചെയ്യാന് ഉള്ളൊരു പോയിന്റാണ് സ്പ്രിങ് കോൺസ്റ്റന്റ് എന്നുള്ള ഒരു വേർഡ്. സ്പ്രിങ് കോൺസ്റ്റന്റ്. ഒരു സ്പ്രിങ്ങിന് ഒരു ഫോഴ്സ് കോൺസ്റ്റന്റ് ഉണ്ട്. ഒരു സ്പ്രിങ്ങിന് ഒരു ഫോഴ്സ് കോൺസ്റ്റന്റ് ഉണ്ട്. അതിനെ നമ്മൾ
കെ എന്ന ലെറ്റർ കൊണ്ടാണ് എഴുതുക. കെ എന്ന ലെറ്റർ കൊണ്ടാണ് എഴുതുക. ഈ ഒരു ബുക്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടോ, കെ എന്നാണ് അതിനെ വിളിക്കുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന സയന്റിസ്റ്റ് ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഹുക്ക് ലോ. എല്ലാ സ്പ്രിങ്ങിനും ഒരേ ഫോഴ്സ് അല്ല, ആ ഓരോ സ്പ്രിങ്ങിനും ഓരോ ഫോഴ്സ് കോൺസ്റ്റന്റുകൾ ഉണ്ട്. അതിനെ കെ എന്ന ലെറ്റർ കൊണ്ടാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഒരു സ്പ്രിങ്ങിന് മറ്റൊരു ഒബ്ജക്റ്റിൽ നൽകാനാവുന്ന ഫോഴ്സിനെ എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് എന്നാണ് വിളിച്ചത്. കെ എന്ന് പറയുന്നത് ഓരോ സ്പ്രിങ്ങിനും വേറെ വേറെ ആയിരിക്കും. അതിന് എത്രത്തോളം ഫോഴ്സ് വലിക്കാൻ കപ്പാസിറ്റി ഉണ്ട് എന്നതിനെ നോട്ട് ചെയ്യുന്ന ഒരു വാല്യൂ കൊടുത്തു എന്ന് മാത്രം. അതിനെ കെ എന്ന് വിളിച്ചു. കെയുടെ ഫുൾ ഫോം എന്താണ്? ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഒരു ഒബ്ജക്റ്റ്, ഒരു സ്പ്രിങ് ഒരു ഫോഴ്സ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് കെ ഇൻറ്റു എക്സിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഒരു സ്പ്രിങ് പിടിച്ചു വലിച്ചു, അത് തിരിച്ച് ആ സ്പ്രിങ്ങിന്റെ ഇന്റേണലി കൊടുത്ത ഫോഴ്സ് എത്രയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ഇൻറ്റു എക്സ് ആണ്. 10 മീറ്റർ ആണ് സഞ്ചരിച്ചതെങ്കിൽ കെ എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും കേട്ടോ. 2.3, 4.3 എന്നൊക്കെ പറയുന്ന പോലെ, 1, 2, 3 പറയുന്ന പോലെ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത ഏതെങ്കിലും നമ്പറിനെ തന്നെയാണ് കെ എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്രയും ടൈംസ് ദ ഡിസ്പ്ലേസ്മെന്റ്, എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി അതിനെ കെ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഫോഴ്സ് കിട്ടും. എന്തിന്റെ ഫോഴ്സ്? സ്പ്രിങ്ങിന്റെ ഫോഴ്സ്. അത് ആരാ പറഞ്ഞത്? ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു തന്നതാണ്. എല്ലാ സ്പ്രിങ്ങിനും വേറെ വേറെ ഫോഴ്സ് കോൺസ്റ്റന്റുകൾ ഉണ്ട്. ആ കെ എന്ന വാല്യൂ കൊണ്ട് നമ്മൾ എത്ര ദൂരമാണോ ആ സ്പ്രിങ്ങിനെ വലിച്ച് നീട്ടിയത് അല്ലെങ്കിൽ ആ സ്പ്രിങ് വലിച്ചത്, അതുകൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന വാല്യൂകൾ സെയിം ആയിരിക്കും എന്നാണ് ഹുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഹുക്സ് ലോയിൽ എന്താണ് പറഞ്ഞത്? ഹുക്സ് ലോ പറഞ്ഞതാണ് F is equal to K. K എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ നോക്കുക. ആദ്യം പറഞ്ഞത് സ്പ്രിങ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതൊരു വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സ് എത്രയാണ് എന്നറിയണം. ഫോഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടും. അതേപോലെ തന്നെ ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ലോ ആയിട്ട് പറഞ്ഞതാണ് എല്ലാ സ്പ്രിങ്ങിനും ഓരോ കോൺസ്റ്റന്റുകൾ ഉണ്ട്. അതിന് കെ എന്ന പേര് അദ്ദേഹം കൊടുത്തു. ഇപ്പോഴും അതിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വിളിച്ചതാണ് സ്പ്രിങ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് ആ കെ എന്ന വാല്യൂ കൊണ്ട് എക്സ്, അതായത് ഡിസ്റ്റൻസ് ഗുണിച്ചാൽ നമുക്ക് ഫോഴ്സ് കിട്ടും. അപ്പൊ ആരെങ്കിലും ഒന്ന് പറയണം, എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഓഫ് എ സ്പ്രിങ്? സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. K into X. What is mean by K? Any other one? What is mean by spring constant? ആരാണ് ചെയ്തത്? അപ്പൊ നമ്മൾ ഡയറക്ഷൻ നമ്മൾ വലിച്ച അതേ ഡയറക്ഷനിൽ ആവില്ല സ്പ്രിങ് വലിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് വലിച്ച നേരെ ഓപ്പോസിറ്റ് അല്ലേ സ്പ്രിങ് വലിക്കുണ്ടാവുക? നിങ്ങൾ കംപ്രസ് ചെയ്ത അതേ ഡയറക്ഷനിലാണോ സ്പ്രിങ് വലിക്കുക? കംപ്രസ് ചെയ്താല് നേരെ ഓപ്പോസിറ്റിലേക്കല്ലേ സ്പ്രിങ് ഫോഴ്സ് കൊടുക്കുന്നത്? ആണോ അല്ലയോ? ആണോ അല്ലേ? സ്പ്രിങ് ഇതങ്ങനെ വെച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ പ്രസ് ചെയ്ത് അതേ ഡയറക്ഷനിൽ പിന്നെയും പ്രസ് ആയി പോവുകയാണോ ചെയ്യുക? റിലീസായി വരിക ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? അതുകൊണ്ട് -kx ആണ് കൊടുക്കുക. അതായത് വരച്ചു തരാം. ഇതാണ് സ്പ്രിങ്. ഇങ്ങനെ വെച്ച ഗ്രാവിറ്റേഷൻ ഉണ്ടായതൊന്നും നടക്കില്ല. ഇതെങ്ങനെ സ്പ്രിങ് ഇവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഞാൻ ഫോഴ്സ് കൊടുത്തത് ഇങ്ങോട്ടാ. സ്പ്രിങ് തിരിച്ച് ഫോഴ്സ് എങ്ങോട്ടാ കൊടുക്കുക? ഏത് ഡയറക്ഷനിലാ കൊടുക്കുക? ഇങ്ങനല്ലേ? ഇത് ഒരാൾ കൊടുക്കുന്ന ഫോഴ്സ്, ഇത് സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സ്. സ്പ്രിങ് തിരിച്ചു കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ എഴുതിയപ്പോ F is equal to -kx ആണ് വന്നത്. കാരണം x എന്നത് ഡിസ്പ്ലേസ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയതുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് വന്നത് എന്ന് ഓർക്കാം.
എന്തുകൊണ്ടാ -1 മനസ്സിലായോ? ഓപ്പോസിറ്റ് The applied force by the spring is in the opposite direction of the applied force. നമ്മൾ കൊടുത്തതിന് ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ്. ഓക്കെ, അപ്പോ ഈ ഒരു വാല്യൂ എത്രയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സ്പ്രിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പ്രിങ് ചെയ്യുന്ന വർക്കിന്റെ സമവാക്യം നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. ആ വാല്യൂ ആണ് വർക്ക് ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നത് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കത് ഡിറൈവ് ചെയ്തെടുക്കലാണ് നമ്മുടെ ഡ്യൂട്ടി ട്ടോ. ഇത് അവിടെ ഉണ്ട്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് അടുത്ത പരിപാടി? സ്പ്രിങ് ഫോഴ്സ് കൊടുത്തു. അങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് അങ്ങ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അത് എങ്ങനെ വന്നു എന്നാണ് പറയാൻ പോകുന്നത്. വർക്ക് ഡൺ ബൈ എ സ്പ്രിങ്ങിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ബൈ എ സ്പ്രിങ്ങിന്റെ ഇക്വേഷൻ എന്താണ്? Half K square. എക്സ് സ്ക്വയർ. കെ എന്താണ്? വാട്ട്സ് മീൻ ബൈ കെ? Spring constant. X is the distance traveled by the box due to the forces. ഏത് ഫോഴ്സ് കൊണ്ടാവാം? ആ ബോക്സിന് ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ്. എഫ് എന്ന് പറയുന്നത് കെ എക്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു, സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോ ഈ ഒരു ഡെറിവേഷന് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒബ്ജക്റ്റിന് 0 പൊസിഷനിലായിരുന്നു. അത് പിന്നീട് എക്സ് എന്ന പൊസിഷനിലേക്ക് നീങ്ങുമ്പോൾ എക്സ് എന്ന് പറയുന്നത് മാക്സിമം പൊസിഷൻ ആണ്. ഈ സ്പ്രിങ് ഇവിടെ ഉണ്ട്. ഈ സ്പ്രിങ്ങിനെ ഞാൻ ആദ്യം വെക്കുമ്പോൾ 0 പൊസിഷനിലാണ്. പിന്നെ നിങ്ങളുടെ മാക്സിമം പൊസിഷനിലേക്ക് ഇതിനെ കൊണ്ടുപോവാണ്. മാക്സിമം പൊസിഷനിലേക്ക് ഇതിനെ കൊണ്ടുപോവാണെങ്കിൽ ഇതിപ്പോ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എം എന്ന് പറയാം. ആദ്യം എവിടെയായിരുന്നു? 0-ലായിരുന്നു. അപ്പോ ഫോഴ്സ് കൊടുത്തിട്ടില്ലല്ലോ. ആദ്യം നമ്മൾ ഫോഴ്സ് കൊടുക്കാതെ നിൽക്കുമ്പോഴാണ് 0 പൊസിഷനിൽ നിൽക്കുന്നത്. പിന്നെ ഞാൻ ആ സ്പ്രിങ് പെട്ടിനെ, ആ ബോക്സിനെ ഞാൻ വലിച്ചു നീട്ടി മാക്സിമം എക്സ് എമ്മിലേക്ക് എത്തിച്ചു. അപ്പൊ നമ്മൾ കൊടുത്ത ഫോഴ്സ് എഫ് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്താൽ, ഇവിടെ ഒരു പാരഗ്രാഫിൽ അത് പറഞ്ഞിട്ടുണ്ട്. എഫ് എസ് എന്നുള്ളത് ഞാൻ എപ്പോ കൊടുത്ത ഫോഴ്സ് ആണ്? മാക്സിമം ഈ ഒരു ബോക്സിനെ ഇങ്ങനെ വലിച്ചു നീട്ടി മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം പൊസിഷനിലേക്ക് എത്തിയപ്പോൾ ഞാൻ കൊടുത്ത ഫോഴ്സ് ആണ് എഫ് എസ്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഇനീഷ്യലി എഫ് 0 ആണ്, ഡിസ്റ്റൻസും 0 ആണ്. രണ്ടാമത്, ഞാൻ വലിച്ചു നീട്ടി മാക്സിമം പൊസിഷനിൽ എത്തിച്ചപ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് എക്സ് എം ആണ്. അപ്പോൾ ഞാൻ കൊടുത്ത ഫോഴ്സിനെ എഫ് എസ് എന്ന് ഞാൻ വിളിച്ചു. എഫ് എസ് എന്ന് കൊടുക്കാം. ആ സമയത്ത് ഞാൻ കൊടുത്ത ഫോഴ്സിന് എന്ത് മാർക്ക് ചെയ്തു? എഫ് എസ് എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആവറേജ് ഫോഴ്സ് എത്രയായിരിക്കും? ആവറേജ് ഫോഴ്സ്. അപ്പൊ ആവറേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? ആദ്യത്തതും അവസാനത്തതും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. ആവറേജ് കാണാന് ആദ്യത്തതും അവസാനത്തതും ആഡ് ചെയ്തിട്ട് അതിന്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആദ്യത്തെ പൊസിഷൻ പ്ലസ് അവസാന പൊസിഷൻ ഡിവൈഡ് ബൈ 2 എന്നത് ആവറേജ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിന് സമവാക്യങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ആവറേജ് ഫോഴ്സ് എത്രയാണ്? ആദ്യം ഫോഴ്സ് കൊടുത്തിട്ടില്ല, പിന്നെ അങ്ങനെ വല്ല കൂടി വന്ന് അവസാനം ലാർജറിലെത്തി. അപ്പൊ അതിന്റെ ആവറേജ് ഫോഴ്സ് എത്രയാന്ന് ചോദിച്ചാൽ ആദ്യത്തെ അവസാനത്തും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. ശരിയാവോ അത്? 0 മുതൽ 10 വരെയുള്ള സംഖ്യനെ ആവറേജ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 + 10 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 5 കിട്ടൂലേ? അതല്ലേ ആവറേജ്? ലോജിക്കലി കറക്റ്റ് ആവോ നോക്കാം. എല്ലാരും ഇവിടെ ഇല്ലേ? 10 വരെയുള്ള സംഖ്യ, 0 മുതൽ 10 വരെയുള്ള 10 സംഖ്യയുടെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാ. 0 to 10 വരെയുള്ള സംഖ്യയുടെ ആവറേജ്. ആദ്യം 0 ആണ്, അവസാനം 10 ആണ്.
രണ്ടും ആഡ് ചെയ്യാം, ബൈ 2 ചെയ്യാം, 10/2 5 കിട്ടും. അതല്ലേ ആവറേജ്? അതായത് അതിന്റെ ഏകദേശം ഒരു മിഡിൽ വാല്യൂ കിട്ടും. ആ രൂപത്തിലാണ് ഇവിടെ ചെയ്തത്. 0 ആയിരുന്നു ഫസ്റ്റ് ഫോഴ്സ്, അവസാന ഫോഴ്സ് Fs ആണ്. ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് Fs/2 എന്ന് കിട്ടി. ഇതാണ് ആവറേജ്. Fs/2 ആണ് ആവറേജ്. അപ്പൊ ഫോഴ്സ് കിട്ടി. ഒരു സ്പ്രിങ്ങില് ത്രൂ ഔട്ട് ഒരു സ്പ്രിങ്ങിൽ ആക്ഷൻ നടക്കുമ്പോഴുള്ള ഫോഴ്സ്, അതിന്റെ ആവറേജ് എടുത്തപ്പോൾ Fs/2 എന്ന് കിട്ടി. അതായത് അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണ്? Fs/2 ആണ്. വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താ? വാട്ട്സ് ഇക്വേഷൻ ടു ഫൈൻഡ് വർക്ക് ഡൺ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആവറേജ് ഫോഴ്സ് നമുക്ക് കിട്ടി. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്താൽ Fs ഇൻറ്റു x/2. ഇനി എഫിന്റെ സമവാക്യം എന്തായിരുന്നു? ഹുക്സ് ലോ പ്രകാരം Fs ന്റെ സമവാക്യം എന്താണ്? ഹുക്സ് ലോ പ്രകാരം from Hooke's law we know that F = minus kx. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Fs ന്റെ സ്ഥാനത്ത് kx കൊടുക്കുക. അപ്പൊ വീണ്ടും ഓൾറെഡി അവിടെ ഒരു xm ഉണ്ട്, വീണ്ടും ഒരു x വന്നു. അപ്പൊ x² ആയി. kയും അവിടെ ഉണ്ട്. ഹാഫ് kx² കിട്ടി. മനസ്സിലായി? നോക്കിയാ, ആദ്യം ആവറേജ് ഫോഴ്സ് കണ്ടുപിടിച്ചത് Fs/2 ആണ്. ഇൻറ്റു എക്സ് ചെയ്തപ്പോൾ വർക്ക് കിട്ടി. Fs ന്റെ സ്ഥാനത്ത് നമ്മൾ kx റീപ്ലേസ് ചെയ്തു. എന്നിട്ട് x മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ x² ആയി. അപ്പൊ വർക്ക് ഡൺ ഓൺ സ്പ്രിംഗ്, വർക്ക് ഡൺ ഡ്യൂ ടു സ്പ്രിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് kx² ആണ്. ഇവിടെ ഓർക്കേണ്ടത് ആവറേജിൽ നിന്നാണ് F കണ്ടുപിടിച്ചത് എന്ന് മറക്കാൻ പാടില്ല. ഡെറിവേഷനും ചോദിക്കാം. ഡെറിവേഷൻ അത്ര പ്രാധാന്യം ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ എന്തായാലും മറന്നു പോകാൻ പാടില്ല. ആവറേജിൽ നിന്നാണ് കണ്ടുപിടിച്ചത് എന്ന് ഓർക്കുക. ഫോഴ്സ് എന്താന്ന് അറിഞ്ഞാൽ വർക്ക് കിട്ടുമല്ലോ. ഇൻറ്റു എച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫോഴ്സ് എന്താണ്? ഇനീഷ്യലും അവസാനവും തമ്മിൽ ആവറേജ് എടുത്തപ്പോൾ Fs/2 കിട്ടി. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ ചെയ്തത് എന്ന് ഒരാൾ പറഞ്ഞു തരണം. How we find W = half kx²? നോക്കിയാണേ, how we found? ആദ്യം എന്താ ചെയ്തേ? 0 പൊസിഷനിൽ 0 തന്നെയാണ്, അവസാന പൊസിഷനിൽ Fs ആണ്. രണ്ടിന്റെ ആവറേജ് എടുത്തപ്പോ 0 + Fs/2 S/2 ഇൻറ്റു എക്സ് ചെയ്താൽ വർക്ക് കിട്ടും. Fs നെ റീപ്ലേസ് ചെയ്തു kx കൊടുത്താൽ സിംപ്ലിഫൈ ചെയ്താൽ ഹാഫ് kx². ഈ പറഞ്ഞതിനെ who can say? സുമയ്യ പറയാൻ പറ്റുമോ? ആർക്കാണ് പറയാൻ പറ്റുക? ആരെങ്കിലും ഒരാൾ പറഞ്ഞാലേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. ജസ്റ്റ് മനസ്സിലായോ ഇല്ലയോ? 0 പൊസിഷനിൽ 0 വർക്കാണ്, മാക്സിമം പൊസിഷനിൽ Fs ആണ്. രണ്ടിന്റെയും ആവറേജ് എടുത്തപ്പോ Fs/2 കിട്ടി. ഇൻറ്റു എക്സ് ചെയ്തപ്പോ വർക്ക് കിട്ടി. എഫിന് പകരം kx കൊടുത്തപ്പോ ഹാഫ് kx² കിട്ടി. ഇതേ പറയാനുള്ളൂ. Who can do it? ആർക്കാ ധൈര്യം? നോക്കട്ടെ. ആവറേജ് എത്രയായിരുന്നു ഫോഴ്സുകളുടെ? What's average? അഞ്ജലി, what's average? അഞ്ജലി is here. രജിത പറയുന്നുണ്ട് തോന്നുന്നു. ഉണ്ടോ? ആവറേജ് ഫോഴ്സ് എത്രയാണ് ഇവിടെ കിട്ടിയതെന്നാണ് പറയേണ്ടത്. What is the average force produced on a spring? ആർക്കാ പറയാൻ പറ്റുക? പറയാതെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകൂലേ? ആവറേജ് Fs/2 sir.
ദെൻ ഇൻറ്റു വർക്ക് ഇൻറ്റു എക്സ് ചെയ്തപ്പോ എന്താ കിട്ടിയത്? ഇൻറ്റു എക്സ് ചെയ്തപ്പോ എന്താ കിട്ടിയത്? ഫോഴ്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താ കിട്ടിയത്? വർക്കാണോ? വർക്ക്. വർക്കിലാണ്. പിന്നെ എഫിനെ റീപ്ലേസ് ചെയ്തു കെ എക്സ് കൊണ്ട്. എഫിനെ കെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഹാഫ് കെ എക്സ് ഇൻറ്റു എക്സ്. അപ്പൊ ഈ എക്സ് എം ഉണ്ട് ഇവിടെ സഫിക്സില്. ഇത് രണ്ടും കെ മുകളിലാണ്, ബൈ 2 ഉണ്ട്, എക്സ് സ്ക്വയറും ആയി. അപ്പൊ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ്. ഡബ്ല്യു ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. അതായത് കെ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് തന്നെയല്ലേ? ഹാഫിന് പുറത്തെടുത്തതാണ് ഇവിടെ. ഹാഫ് കെ എക്സ് സ്ക്വയർ അതായത് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ? Yes, sir. ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തതിന്റെ ഭാഗമാണ് അവിടെ കാണുന്നത്. രണ്ട് സെയിമിന് ഹാഫ് കെ എക്സ് സ്ക്വയർ വർക്ക് എന്ന് പറഞ്ഞാൽ ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലേ? അതിനെ ചെയ്ത ഭാഗമാണ്. അത്ര പ്രാധാന്യം ഇല്ലെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി. ഇതിനെ ഗ്രാഫിന്റെ ഈ ഒരു ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണ്ടാലും ഹാഫ് കെ എക്സ് സ്ക്വയർ കിട്ടും എന്നാണ് ഇവിടെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ പറയുന്നത്. ഫോഴ്സ് വൈ ആക്സിസിലും ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആക്സിസിലുമുള്ള ഗ്രാഫ് വരച്ചപ്പോ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ ഇതൊരു റെക്ടാംഗിൾ അല്ലേ? റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയോ? ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച് അല്ലേ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന്? ആണോ? ത്രികോണത്തിന്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഇക്വേഷന് ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച് ആണ് ഇത്. ഹാഫ് ഇൻറ്റു ബി ബേസ് എന്ന് പറയുന്നത് താഴ്ഭാഗം, അത് എക്സ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്, അത് കെ എക്സ് ആണ്. രണ്ടും ഗുണിച്ചപ്പോ ഹാഫ് കെ എക്സ് സ്ക്വയർ കിട്ടും എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പൊ വർക്ക് ഡൺ ഇക്വേഷൻ എന്താ എനിക്ക് വേണ്ടത്? ഒരു സ്പ്രിങ്ങിലുണ്ടായ വർക്ക് ഡൺ, സ്പ്രിംഗ് കോൺസ്റ്റന്റ് കാരണം സ്പ്രിങ്ങിലുണ്ടായ വർക്ക് കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഇക്വേഷൻ എന്താണ്? വാട്ട്സ് ദി ഇക്വേഷൻ ഓഫ് ഫൈൻഡ് വർക്ക് ഡൺ ഡ്യൂ ടു എ സ്പ്രിംഗ്? പറഞ്ഞോളൂ. സ്പ്രിങ് കാരണമുള്ള വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഓർമ്മയില്ല? ഉണ്ടോ? വർക്ക് ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ. മെഷറിംഗ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. കടന്നുറങ്ങാനായോ? മെഷറിംഗ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. എങ്ങനെയാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് മെഷർ ചെയ്യുക? ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തിരിച്ചിട്ടാ മതി. അതെങ്ങനെയാന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. മെഷറിംഗ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ രണ്ട് സ്പ്രിങ്ങുകൾ ഉണ്ട്. ഒരു സ്പ്രിങ്ങിനെ ഉള്ളൂ, ഒന്നിൽ പെട്ടി ഉണ്ട്, മറ്റേതിൽ എം ജി ഇല്ല. സോ വാട്ട്സ് ഡിഫറൻസ് ഇൻ ഹൈറ്റ്? ആരെങ്കിലും പറഞ്ഞു വാട്ട്സ് ഡിഫറൻസ് ഇൻ ഹൈറ്റ് ഓഫ് ദി സ്പ്രിംഗ്? ഈ സ്പ്രിങ്ങിന്റെ ഉയരത്തിന്റെ വ്യത്യാസം എന്താണ്? അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് സൂം ചെയ്ത് നോക്കിയാ. യെസ് എന്ന് മാർക്ക് ചെയ്ത് കണ്ടോ? ആദ്യം സ്പ്രിങ് വെറുതെ തൂക്കിയിട്ടപ്പോ ഒരു പൊസിഷൻ, then we placed an object into it and it elongated. The difference is yes. Yes എന്ന ലെറ്റർ അവിടെ എഴുതി വെച്ച് കണ്ടോ? ഈ ഇടയിൽ കാണാൻ പറ്റും. അപ്പോ എസ് എന്ന ഡിസ്റ്റൻസ് ആണ് ഒരു സ്പ്രിങ് മൂവ് ചെയ്തത്. എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. സ്പ്രിങ് തൂക്കിയിട്ടപ്പോ അവിടെ സ്റ്റോപ്പ് ആവൂലേ? അത്യാവശ്യം നല്ല വെയിറ്റ് ഈക്വലിബ്രിയത്തിൽ നിൽക്കൂല, അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുവോ? ഇല്ലേ? അങ്ങനെ നിന്നു, അനക്കാതെ നിന്നു. കുറച്ചേരം വെയിറ്റ് ചെയ്തു. വല്ല ഫോഴ്സ് അവിടെ കൊണ്ടുവച്ചിട്ട് അനങ്ങാതെ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് ഹൈറ്റ് മെഷർ ചെയ്തത്. എസ് എന്ന് ഒരു 10 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ കൂട്ടിക്കോളി, ഇത്ര ഹൈറ്റ്. പിന്നെ എസ് എന്ന് വെച്ചു. എസ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു.
സോ ഈ ഒരു പൊസിഷനിൽ ഇവിടെ സ്പ്രിങ് നിൽക്കുമ്പോ ആ സ്പ്രിങ് ഫോഴ്സ് കാരണം സ്പ്രിങ് കോൺസ്റ്റന്റ് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? kx ആണ്. ആ kx ഇതിനെ മുകളിലേക്ക് വലിക്കുന്നുണ്ട്. അതും ഇതിന്റെ വെയിറ്റ് താഴേക്ക് mg ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ടും ഈക്വൽ ആവുമ്പോഴല്ലേ ഇത് അനങ്ങാൻ നിൽക്കുള്ളൂ. സ്പ്രിങ് മുകളിലേക്ക് വലിക്കുന്നതും താഴേക്ക് mg വലിക്കുന്നതും രണ്ടും ഈക്വൽ ആവുമ്പോഴാണ് ഈ ഒബ്ജക്റ്റ് അനങ്ങാതെ നിൽക്കുന്നത്. ആണോ? ഞാൻ പറഞ്ഞത് ശരിയാണ്. ഈ ഒബ്ജക്റ്റ് അനങ്ങാതെ നിൽക്കണമെങ്കിൽ മുകളിലേക്ക് ഒരാൾ പിടിച്ച് വലിക്കുന്നുണ്ടല്ലോ, അത് വലിക്കുന്നതും ഇതും തമ്മിൽ സെയിം ആയാലല്ലേ ഇത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആണ്. മനസ്സിലായെങ്കിൽ അടുത്ത പേജിലേക്ക് പോവാണ്. രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആയാൽ നമുക്ക് രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. അതായത് mg ഈക്വൽ ടു k. നമ്മൾ കൊടുത്ത ഫോഴ്സ് അല്ല, ആ ഒരു ബോക്സിന് താഴേക്ക് ഭൂമി പിടിച്ചു വലിക്കുന്നതാണ് mg. അത് എന്തിന് ഈക്വൽ ആണ്? നമ്മളവിടെ റോളില്ല, സ്പ്രിങ്ങും എർത്തും തമ്മിലുള്ള കളിയാണ്, നമ്മൾ അതിൽ ഇടപെട്ടിട്ടില്ല, ജസ്റ്റ് അവിടെ വെച്ച് കൊടുത്തുള്ളൂ. അപ്പോ താഴേക്ക് ആക്ട് ചെയ്യുന്നത് mg ആണ്, മുകളിലേക്ക് വലിക്കുന്നത് സ്പ്രിങ് ആണ്. സ്പ്രിങ് വലിക്കുന്ന ഫോഴ്സ് k ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് x എന്നല്ല വെച്ചത്, s എന്നാണ്. എന്താണോ വെച്ചത് അത് s എന്ന് കൊടുത്താൽ യു ക്യാൻ ഡു ദാറ്റ് ടു ഓർ x, നോ പ്രോബ്ലം. അപ്പോ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ s എന്ന ലെറ്റർ കൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തത്, അതുകൊണ്ട് k ഇൻറ്റു s എന്ന് കൊടുത്തു. അത് ദാറ്റ്സ് ഈക്വൽ ടു mg. ദാറ്റ് ഈസ് ഈക്വൽ ടു mg. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവുമ്പോഴാണ് അനങ്ങാതെ നിന്നത് സ്പ്രിങ്. അങ്ങനെ ആവുമ്പോൾ അതിൽ നിന്നും k എന്താണ്? റീഅറേഞ്ച് ചെയ്താൽ k is equal to mg by s. k അല്ലേ കണ്ടുപിടിക്കേണ്ടത്? s എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ആ ഡിസ്റ്റൻസ് ആണ്, അങ്ങനെ ആൾ നോക്കി അറിയാലോ. ദെൻ m എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റിന്റെ മാസ് ആണ്, g എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോ വെറുതെ ഒരു സ്പ്രിങ് എങ്ങനെ തൂക്കിയിട്ടാൽ അത് എങ്ങനെ സ്പ്രിങ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക? നിങ്ങളവിടെ ഒരു സ്പ്രിങ് കൊടുത്തു നിങ്ങളെ വീട്ടിക്ക്, എന്നിട്ട് സ്പ്രിങ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു പറഞ്ഞതാണല്ലോ, ഹുക്ക് പറഞ്ഞതാണല്ലോ k എന്ന ഒരു ഫോഴ്സ് ഉണ്ട് എന്നൊക്കെ. ആ k കണ്ടുപിടിക്കാനുള്ള മാർഗവും ഹുക്സ് പറയുന്ന സയന്റിസ്റ്റിന് പറഞ്ഞു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പ്രിങ് എടുക്കുക, എന്നിട്ട് അതിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്ത് വെക്കുക ഒരു ചോരുമേ, എന്നിട്ട് ഒരു 10 കിലോത്തിന്റെ ഒരു അല്ലെങ്കിൽ 5 കിലോത്തിന്റെ ഒരു ബോക്സ് അതിൽ കെട്ടിവെക്കുക. എന്നിട്ട് എത്ര ദൂരം സഞ്ചരിച്ചു നോക്കുക. 1 മീറ്റർ ആണെങ്കിൽ s എന്ന് പറയുന്നത് 1 മീറ്റർ ആവും ആ ഹൈറ്റ്. m എന്ന് പറയുന്നത് നമുക്കറിയാലോ, ആ ബോക്സിന്റെ മാസ് 5 കിലോഗ്രാം ആണെങ്കിൽ 5 കൊടുക്കുക ഇൻറ്റു ജിയുടെ വാല്യൂ കൊടുക്കുക. അപ്പൊ mg by s ചെയ്താൽ സ്പ്രിങ് കോൺസ്റ്റന്റ് കിട്ടും. അല്ലാതെ സ്പ്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം ഒന്നും അല്ല, ഒരു വാല്യൂ ആണ്, നമ്പർ ആണ്. എങ്ങനെയാണ് നമ്പർ കിട്ടുക? mg ഡിവൈഡഡ് ബൈ s. s എന്ന് പറയുന്നത് ഓരോ സ്പ്രിങ്ങിൽ തൂക്കിയിടുമ്പോഴും ഒരേപോലെ ആവൂല തോന്നുന്നു. ഓരോ സ്പ്രിങ്ങിൽ നമ്മുടെ ഇഷ്ടത്തിന് ഓരോ സ്പ്രിങ് കൊടുത്തു കഴിഞ്ഞാൽ 5 കിലോഗ്രാം എല്ലാ സ്പ്രിങ്ങും ഇത്ര ഹൈറ്റ് അല്ല. ചെറിയ സ്പ്രിങ് അത്യാവശ്യം കനവും കട്ടിയൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഇത്ര നീളും. നല്ല ബ്രൈറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഇത്രയും നീങ്ങുള്ളൂ ചിലപ്പോൾ. അപ്പൊ ആ ഓരോ സ്പ്രിങ്ങിനും ഓരോ സ്പ്രിങ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയുന്ന ഒരു മാസമുള്ള ഒരു ഒബ്ജക്റ്റിനെ അതിൽ തൂക്കിയിട്ടിട്ട് അതിന്റെ ഹൈറ്റ് നോക്കാം, എന്നിട്ട് mg ബൈ ആ ഹൈറ്റ് ഡിവൈഡ് ചെയ്താല് ആൻസർ കിട്ടും. മനസ്സിലായോ? എങ്ങനെയാണ് സ്പ്രിങ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക? k is equal to mg by s. ക്ലിയർ ആണോ? സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. ആദ്യം വളരെ ആ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്പ്രിങ്ങിൽ കൊണ്ടുപോയിട്ട് ഒരു വസ്തു എത്ര സംഭവിച്ചിട്ടുള്ളൂ, അനങ്ങാതെ നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യുക, ആ ഹൈറ്റ് മെഷർ ചെയ്യുക, എന്നിട്ട് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന് 1 കിലോഗ്രാം ആണെങ്കിൽ 1 ഇൻറ്റു ജിയുടെ വാല്യൂ 9.85 എത്ര ഉയരാണ് കൃത്യമായിട്ട് മെഷർ ചെയ്താൽ എല്ലാ സ്പ്രിങ്ങിന്റെയും സ്പ്രിങ് കോൺസ്റ്റന്റുകളെ നമുക്ക് മനസ്സിലാക്കാം. സ്പ്രിങ് കോൺസ്റ്റന്റ് k എന്ന വാല്യൂ കിട്ടിയാൽ നമ്മൾ ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചൂടെ? പറ്റുമോ? k തന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? W is equal to വർക്ക് ഡൺ കണ്ടുപിടിക്കുക എങ്ങനെ? W is equal to half kx square ആണ്. ഹാഫ് ഇൻറ്റു k നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കാലോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തരും k ഇത്രയാണെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ ഇൻറ്റു എക്സ് സ്ക്വയർ ചെയ്താല് വർക്ക് ഡൺ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്ത് നോക്കിയാലോ.
ഫോർ എക്സാമ്പിൾ എല്ലാരും ഒന്ന് ഷെയർ ചെയ്ത് നോക്കിയാ എ mass of 2 kilogram is attached to a light spring. അപ്പൊ ഒരു ചെറിയ സ്പ്രിംഗിൽ 2 കിലോഗ്രാം ആര് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാരും ക്വസ്റ്റ്യൻ എഴുതണേ. How should you do? Right. How should you write this? A mass of 2 kilogram is attached to a light spring of force constant തന്നു. Force constant എത്രയാണ്? 100 Newton per meter. 100 Newton per meter ആണ്. അപ്പൊ മാസം തന്നു, കോൺസ്റ്റന്റ് കെയും തന്നു. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ an external force in stretching the spring by 10 centimeter. 10 സെന്റിമീറ്റർ ഇങ്ങോട്ട് അനക്കാന് എത്ര വർക്ക് ചെയ്യേണ്ടി വരും എന്നാണ് ചോദ്യം. You can also see the diagram. ഡയഗ്രാം കണ്ടോ? അപ്പൊ എങ്ങനെ ചെയ്യാം? ഹാഫ് കെ സ്ക്വയർ ആണ് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. So then W is equal to half kx square. Half k 100 ആണ്. എക്സിന്റെ വാല്യൂ എത്ര എന്നാണ് ഇപ്പോൾ ഇത് കൺഫ്യൂഷൻ വരാൻ സാധ്യത. എക്സ് is equal to 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 0.1 മീറ്റർ ആണ്. 0.1 മീറ്റർ ആണ് 10 സെന്റിമീറ്റർ. അതുകൊണ്ട് 0.1 സ്ക്വയർ എടുക്കുമ്പോ 0.1 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 0.01 ആണ് ആവുക. ചെറുതാവുക ചെയ്യുക. ഡെസിമൽ വാല്യൂസ് ഉണ്ടെങ്കിൽ സ്ക്വയർ എടുത്താൽ വീണ്ടും ചെറുതാവുക ചെയ്യുക. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, 2ന്റെ സ്ക്വയർ 4, പക്ഷെ 0.1 സ്ക്വയർ 0.01 ആണ്. സംശയം ഉണ്ടോ? 0.1 സ്ക്വയർ എത്ര ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരും. 0.1 സ്ക്വയർ എങ്ങനെ 0.01 ആയെന്ന് ഡൗട്ട് ഉണ്ടാവും. Anyone have any doubts to find the square of 0.1? Yeah. Anyone have any doubts? No. അപ്പോ ഇത് ചെയ്തു കഴിഞ്ഞോ? ഹാഫ് ഇൻറ്റു 100 50 ആണ്. 0.1 സ്ക്വയർ 0.01 ആണ്. 50നെ 0.01 കൊണ്ട് ഗുണിച്ചാൽ 0.5. അതായത് പോയിന്റ് ഇങ്ങനെ ബാക്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ക്ലാസ്സിൽ ആണ് പഠിച്ചത് ഇതൊക്കെ. ആൻസർ കിട്ടാത്തവരുണ്ടെങ്കിൽ പറയാട്ടോ. 0.5 ആണ്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് വരും എന്ന് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് മൈനസ്. ക്ലിയർ ആണോ? Can I move? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. Okay. That means power. Power എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ അറിയുന്നതാണ്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോ ഈ ഒരു പോയിന്റ്, ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ is called the power. എന്നിട്ട് ആവറേജ് പവർ is equal to work done by സമയം, by time. അതായത് പവർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്തു എന്നാണ്. ഇങ്ങനെ പവർ എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്തു, അതായത് വർക്ക് ഡൺ ബൈ ടൈം, വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്നൊക്കെ പറയാം. അപ്പൊ ഈ ടെക്സ്റ്റിലുള്ള ഈ ഡെഫിനേഷൻ നോട്ട് ചെയ്യുക. ഇക്വേഷൻ ഓൾറെഡി ഫെമിലിയർ ആണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. പോട്ടെ. വാട്ട്സ് ഇക്വേഷൻ ടു ഫൈൻഡ് പവർ? എനിവൺ? What is the equation to find power? പറഞ്ഞോളൂ. W by T, work by time. ഇപ്പൊ ചെറിയ ഒരു സമയത്തേക്കുള്ള പവർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ചെറിയ വർക്കും ഇതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു, വി ഡിസ്കസ്ഡ് ദാറ്റ്. കൂടുതലൊന്നുമില്ല, ജസ്റ്റ് സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈമിലാണെങ്കിലും നമുക്ക് അവിടെ സ്മോൾ വർക്ക് കിട്ടും.
അപ്പോ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സമയത്ത് എത്ര പവർ ആണ് ഉണ്ടായിരുന്നത് എന്നറിയണമെങ്കിൽ ആ സമയത്തുള്ള വർക്ക് ഡണ്ണും ആ സമയത്തിന്റെ ഇന്റർവെൽ ചെറിയ ആ ഒരു സമയം എത്രയാണെന്നുള്ളതും ഡിവൈഡ് ചെയ്താൽ നമുക്ക് പവർ കിട്ടും. പവറിന്റെ യൂണിറ്റ് എന്താണ്? പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. WAT. വാട്ട്. ഇതാണ് എന്തിന്റെ യൂണിറ്റ്? പവറിന്റെ യൂണിറ്റ്. എന്നാൽ കൊമേഴ്ഷ്യൽ യൂണിറ്റ് വൺ വേർഡ് ചോദ്യമാണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് അല്ലെങ്കിൽ കോമൺ യൂണിറ്റ് ഓഫ് പവർ ഈസ് കിലോവാട്ട്. കിലോവാട്ട് ആണ് സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഓഫ് എനർജി. നമ്മുടെ വീട്ടില് 10 കിലോവാട്ട് എനർജി ഒരു മാസം ചെലവായി, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് 10 കിലോവാട്ട് എനർജി ചെലവായി എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലാണ് നമ്മുടെ മീറ്റർ റീഡിങ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി കിലോവാട്ട് അവറിലാണ് മീറ്റർ റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കിലോവാട്ടാണ്. ഒരു കിലോവാട്ട് എത്ര വാട്ടാണ്? 10�3 1000 വാട്ടാണ്. വി ഓൾറെഡി നോ ഇറ്റ്. ദെൻ ക്ലിയർ ആണോ? യൂണിറ്റ് ഓഫ് പവർ എന്താണ്? ഒരാൾ പറഞ്ഞേ. യൂണിറ്റ് ഓഫ് പവർ kilowatt, കിലോവാട്ട്. കോമൺ യൂണിറ്റ് ഈസ് ആദിദേവ് ഉണ്ടോ? ആദിദേവ്, വാട്ട് ഇസ് ദി യൂണിറ്റ് ഓഫ് പവർ? യസ്ന, what is the unit of power? Anyone? സമയം 9:15 ആയിട്ടുണ്ട്. watt, What is dimension? Dimension കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോ ഇവിടെയും we want to find the dimension of power. പവറിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ we want to first write the equation. വർക്ക് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ വേണം. അതിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫോഴ്സ് എന്താണ്? മാസ് ഇൻടു ആക്സിലറേഷൻ ആണ്. അപ്പൊ എല്ലാം ചെറുതായി. മാസ്, ആക്സിലറേഷന്റെ ഡയമെൻഷൻ അറിയാലോ, കാണാതെ പഠിച്ചിരുന്നു. LT⁻² ആണ് ആക്സിലറേഷന്റെ ഡയമെൻഷൻ. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താണ്? L ആണ്. ടൈമിന്റെ ഡയമെൻഷൻ T ആണ്. അപ്പോ 3 ഡയമെൻഷൻ. മീറ്റർ ലെങ്ത് അളക്കുന്നതാണ്. അപ്പൊ ലെങ്ത് ആണ് ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ. ടൈമിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? What is the dimension of time? It is T. ഡിസ്റ്റൻസിൻ്റെത് what is the dimension of distance? മായായം, can you? ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താണ്? What is the dimension of distance? Maya, M is here. Is present here. ഇവിടെ ഉണ്ടോ? നോക്കട്ടെ. anyone reply? Work done. Sir, L is the dimension of distance. അപ്പോ അതെല്ലാം കൂടി അപ്ലൈ ചെയ്യാണ്. മാസിന്റെ ഡയമെൻഷൻ M ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷൻ LT⁻² ആണ്. ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തു L ആണ്. ടൈം T ആണ്. ഇനി മുകളിൽ 2 Lകൾ ഉണ്ടല്ലോ, അപ്പൊ L² എന്ന് എഴുതാം. ML². താഴെ 3 Tകളുണ്ട്. ഒന്ന് T⁻² എന്ന് എഴുതുമ്പോൾ T² ഉണ്ട്. വീണ്ടും ഒരു T ഉണ്ട്. അപ്പോ T⁻². 3 Tകൾ താഴെയും 2 Lകൾ മുകളിലും ഒരു M ഉം. അപ്പൊ ML എങ്ങനെ എഴുതുക? ഡയമെൻഷൻ ML² T⁻−3. ഇതാണ് പവറിന്റെ ഡയമെൻഷൻ. ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഡയമെൻഷനിലേക്ക് മാറ്റാന് ഈസിയാണ്. MLT ഈ 3 ലെറ്റേഴ്സ് മാത്രമേ
ഡയമെൻഷനിൽ ഉണ്ടാവുകയുള്ളൂ. കെൽവിനൊക്കെ വേറെ എഴുതാറുണ്ട്. കെൽവിൻ എഴുതാറുണ്ട്. MLT⁻3 K⁻n കെൽവിൻ എഴുതാറുണ്ട്. നോക്കണ്ട. മാസ്, ലെങ്ത്, ടൈം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ഡയമെൻഷൻ എന്ന് പറയാം. അതിന് ഇക്വേഷനെ ഏറ്റവും ബേസിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ആക്സിലറേഷന്റെയും വെലോസിറ്റിയുടെയും ഡയമെൻഷൻ നമ്മൾക്ക് അറിയാം. എഴുതി വെക്കുക. ഏതാണോ ഉള്ളത് അത് എഴുതി വെക്കുക. ബാക്കിയുള്ളതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഡയമെൻഷൻ. So is it clear? Dimension of power is, we can find like ഇവിടെ നമ്മുടെ ജെയിംസ് വാട്ട് ആണ് പവറിന്റെ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഹോഴ്സ് പവർ എന്ന യൂണിറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്നെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കാണ് വാട്ട് എന്ന് പറയുന്ന യൂണിറ്റ് പിന്നീട് എനർജിക്ക് കൊടുക്കുന്നത്. അപ്പോൾ 1 HP ഹോഴ്സ് പവറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് HP. 1 ഹോഴ്സ് പവർ ഈസ് 746 746 വാട്ടാണ് എന്നത് ഓർത്തിരിക്കണം. കൺവേർഷൻ വരാം. അതുപോലെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് ഹവർ ആണ്. അതിനെയും വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവിടെ കാണാം. കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഹവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. 1 മണിക്കൂറിൽ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ആണല്ലോ. 1 അവർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 × 60 3600 വരുന്നു. 1 കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് 3.6 × 10⁻6 ജൂൾ ആണ് 1 കിലോ വാട്ട് ഹവർ. 1 കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ 3.6 × 10⁻6 അതായത് 6 0. അത്രയും വാല്യൂ ഉള്ളതാണ് ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത്. കിലോ വാട്ട് ഹവർ എന്ന് പറയുന്ന എനർജി. അതാണ് അവിടെ പറയാനുള്ളത്. ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. വർക്ക് ആൻഡ് കൈനറ്റിക് എനർജി. വർക്കും കൈനറ്റിക് എനർജിയും എങ്ങനെയാണ് കണക്ഷൻ എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഏതെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഹോംവർക്കിൽ ഈ ഒരു കൺവേർഷൻ അല്ല, കിലോ വാട്ട് 3.6 × 10⁻6 വരുന്ന ആ ഒരു കൺവേർഷൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. സിമ്പിൾ ആണ്. ചെയ്ത് നോക്കിയിട്ട് വേണം ടെക്സ്റ്റിലേക്ക് എഴുതി. ചിലപ്പോൾ ഈ രൂപത്തിൽ ഇത് ചോദിക്കുന്ന ഭാഗമാണ് ഇത് 1 കിലോ വാട്ട് ഹവർ എത്ര ഹവർ ആണെന്നുള്ളത് ഇതുപോലെ ഡിറൈവ് ചെയ്ത് എഴുതാനുള്ളത് ചോദിക്കാം. അതുകൊണ്ട് 1 × ഹവർ, ഒരു കിലോ എന്ന് പറഞ്ഞാൽ × 10⁻³ ആണ്. 1 ഹവർ എന്ന് പറഞ്ഞാൽ 6 × 6 3600 ആണ്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 36 5 രൂപ. So we can wind up our class.